ആലപ്പുഴയിൽ സി പി എമ്മിലുള്ള വിഭാഗീയത, അവിടുത്തെ പ്രശ്നങ്ങൾ, അതിലേക്കാണ്. ഇതിനിടയിലാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് ഹരിപ്പാട് തുടക്കമാവുന്നത്. 3 ദിവസത്തെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഴുവൻ സമയവും പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം രാവിലെ 10 മണിക്കാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി ശരണ്യ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്, നാസറിനെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ മാറ്റിക്കൊണ്ട് മറ്റൊരാളെ അവിടേക്ക് കൊണ്ടുവരാൻ, സ്വന്തം വിശ്വസ്തനെ കൊണ്ടുവരാൻ സജി ചെറിയാൻ പക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ശ്രമങ്ങൾ. അങ്ങനെ ഒരുപക്ഷെ ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നതിൽ ഏറ്റവും കലുഷിതമായ സാഹചര്യമുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ. അവിടെ മുഖ്യമന്ത്രിയുടെയും CPM സെക്രട്ടറിയുടെയും മുഴുവൻ സമയ പങ്കാളിത്തത്തോടെയാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. എന്തൊക്കെ വിഷയങ്ങൾ പ്രധാനമായും ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഏത് തരത്തിലാണ് ചരട് വലികളൊക്കെ നടക്കുന്നത്? ശ്രീജ, നമുക്കറിയാം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ പേരുകേട്ട ഇടങ്ങളിലൊന്നാണ്. പക്ഷെ അതേസമയം തന്നെ എല്ലാ കാലത്തും CPM-നുള്ളിൽ വലിയ തലവേദനകൾ, വിഭാഗീയതയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ സമ്മേളനങ്ങളും വലിയ വിവാദങ്ങളിലേക്ക് പോകാറുണ്ട്. നമുക്കറിയാം CITU പക്ഷവും ഔദ്യോഗിക പക്ഷവും തമ്മിലുള്ള തർക്കത്തിന്റെ കാലഘട്ടം മുതൽ തന്നെ ഉള്ള ചരിത്രം ആലപ്പുഴയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. VS അടക്കമുള്ള ആളുകൾ, G സുധാകരൻ അടക്കമുള്ള ആളുകളുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. എന്തായാലും അത്തരം ഒരു പശ്ചാത്തലം CPM-നുള്ള അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഇടമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും വളരെയധികം ശ്രദ്ധയോടുകൂടി സംസ്ഥാന നേതൃത്വം നോക്കിക്കാണുന്ന സമ്മേളനങ്ങളിലൊന്നും, അതും ഒരു ഇടപെടൽ നടത്തുന്ന സമ്മേളനങ്ങളുമാണ് ആലപ്പുഴയിലേത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ 3 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ സമ്മേളന നടപടികൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഒപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയും ഈ 3 ദിവസവും ഇവിടെ ഉണ്ടാകും. 2 സമ്മേളനങ്ങളും ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ്. അതായത് പ്രതിനിധി സമ്മേളനം ഇന്ന് രാവിലെ ഇപ്പോൾ ഹരിപ്പാട് ഉദ്ഘാടനം ചെയ്യപ്പെടും. അതിനുശേഷം നടക്കുന്ന 3 ദിവസത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടി നേരിട്ട ഹരിപ്പാട്, അതായത് ഈഴവ വോട്ടുകൾ വലിയ തോതിൽ ചോർന്ന ഹരിപ്പാട് മണ്ഡലത്തിൽ വെച്ചാണ് ഇത്തവണ പാർട്ടി സമ്മേളനം നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിനപ്പുറം CPM-ന്റെ ആലപ്പുഴ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടും ഉയർന്നു വരുന്നുണ്ട്. പാർട്ടി സെക്രട്ടറിയായ R നാസറിന്റെ കാലാവധി 2 ടേമാണ് നാസർ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. സാധാരണ കീഴ്വഴക്കം അനുസരിച്ച് 3 ടേമുകളാണ് CPM ജില്ലാ സെക്രട്ടറിമാർ പൂർത്തീകരിക്കാറുള്ളത്. മാറ്റാറുണ്ടെങ്കിൽ പോലും അത് അത്രയധികം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുക. മറിച്ച് ഇവിടെ സജി ചെറിയാൻ പക്ഷം, അതായത് നമുക്കറിയാം പണ്ടത്തെ ഒരു വിഭാഗീയ നീക്കങ്ങളിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ പുതിയ ഗ്രൂപ്പുകളാണ്. G സുധാകരന്റെ ഒക്കെ ഒരു അപ്രമാദിത്വം അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന പുതു ഗ്രൂപ്പുകളെല്ലാം തന്നെ ചെറു ഗ്രൂപ്പുകളായി തമ്മിലടിക്കുന്ന ഒരു അവസ്ഥ പാർട്ടിക്കുണ്ട്. അച്ചടക്കത്തിന്റെ വാൾ എല്ലാ കാലത്തും സംസ്ഥാന നേതൃത്വത്തിന് ഇവിടേക്ക് ഓങ്ങേണ്ട ഒരു അവസ്ഥയും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പുകളിൽ പ്രബല വിഭാഗമായ സജി ചെറിയാൻ വിഭാഗം ഇത്തവണയും സമ്മേളനം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും അവർക്ക് ഇവിടെ മേൽക്കോയ്മയുണ്ട്. സമ്മേളനങ്ങൾ, അതായത് ഏരിയ സമ്മേളനങ്ങൾ കഴിഞ്ഞപ്പോൾ കൃത്യമായ ആധിപത്യം അവർ പുലർത്തുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ അല്ലാത്ത ആളുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് അവർക്ക് വഴങ്ങാത്ത ചില ആളുകളും ഒക്കെ ഇവിടെയുണ്ട്. അത്തരത്തിൽ R നാസർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം മറുഭാഗത്ത് നിൽക്കുന്നു. ഇതുമായി അത്തരം ഇപ്പോൾ സത്യപാലൻ അടക്കമുള്ള, ഹരിപ്പാട് അടക്കമുള്ള മേഖലകളിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു മേൽക്കോയ്മ പറയത്തക്ക രീതിയിൽ ഇവർ പറയുന്ന ഒരു അവർ കാണുന്ന ഒരു ശക്തി ആ സെക്രട്ടേറിയറ്റിൽ ഇല്ല എന്നുള്ളതാണ്. ആ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ പുതുക്കി, ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയും പുതുക്കി പൂർണ്ണമായ ആധിപത്യത്തിലേക്ക് കമ്മിറ്റി കൊണ്ടുവരിക, നേതൃസ്ഥാനത്ത് നിന്ന് R നാസറിനെ മാറ്റുക എന്നടക്കമുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. ഒരുപക്ഷെ ആ ഒരു നീക്കം തടയപ്പെട്ടു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധമുള്ള ആളാണ് R നാസർ. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് എത്രമാത്രം R നാസറിന് ഗുണകരമാകും എന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നലെ ചോദിച്ച ചോദ്യവും. ഒപ്പം മനു സി പുളിക്കലും TK ദൗമാറും അടക്കമുള്ള സജി ചെറിയാൻ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ അതിനെ മറികടന്നുകൊണ്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടന്നു വരുമോ എന്നുള്ളതുമായിരുന്നു. ഇതിൽ ആ കൂടിയാലോചനകൾ നടക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള സൂചനകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. തുടർന്നും നാസറിലേക്ക് തന്നെ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നാസറിലേക്ക് തന്നെ ഇത് നീളാനാണ് സാധ്യത എന്നുള്ള വിവരവും ഒക്കെ നമുക്ക് ഇന്ന് ജില്ലാ സമ്മേളനം തുടങ്ങുന്ന ദിവസം തന്നെ പങ്കുവെക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം നമുക്കറിയാം വലിയ വിഭാഗീയ പ്രശ്നങ്ങളും അതൃപ്തിയും കായംകുളം അടക്കമുള്ള മേഖലകളിൽ CPM-ന് വലിയ പ്രശ്നങ്ങൾ നേരിട്ട പാർട്ടി കോട്ടകൾ പോലും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പത്തിയൂർ അടക്കമുള്ള ഇടങ്ങൾ ഉള്ള ആളുകൾ, അവിടെ നിന്നുള്ള പ്രതിനിധികളൊക്കെ എത്തുന്ന സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ
തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ആരോഗ്യകരമായ ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം ഇത്തവണത്തെ പ്രതിനിധി സമ്മേളനങ്ങൾ അടക്കം നമ്മൾ മറ്റ് ഏരിയ സമ്മേളനങ്ങൾ അടക്കം പരിശോധിച്ചാൽ ചർച്ചകൾ വളരെ കുറവായ ജില്ലയായിരുന്നു ആലപ്പുഴ. മാത്രമല്ല ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഏറ്റവും അധികം പാർട്ടി അംഗങ്ങൾ പങ്കെടുക്കാതിരുന്ന ജില്ല കൂടിയാണ് ആലപ്പുഴ എന്നുള്ളതും ശ്രദ്ധേയമാണ്. പാർട്ടി കോട്ടയിലാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വം വളരെ ശ്രദ്ധയോടുകൂടി ആലപ്പുഴയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് ജി സുധാകരൻ ഉള്ള കാലഘട്ടം മുതൽ തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധം പുലർത്തുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. പിണറായിയുമായി എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശരണ്യ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വശത്ത് നമ്മൾ കാണുന്നത് ഈഴവ വോട്ടുകൾ അല്ലെങ്കിൽ നായർ വോട്ടുകളൊക്കെ സമാഹരിക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ആഞ്ഞ് ഇറങ്ങുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ആലപ്പുഴയിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഷോക്ക് CPM-ന് നൽകിയത് ആലപ്പുഴയാണ്. ശോഭാ സുരേന്ദ്രൻ എന്നൊരു വ്യക്തി ഒരു സൈഡിൽ വന്ന് നിന്നപ്പോൾ ഉറച്ച കോട്ടയായ ഈഴവ വോട്ടുകൾ ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടനാട് സീറ്റിലെ പ്രശ്നങ്ങളുണ്ട്, കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണോ എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആ തരത്തിൽ ഒരു വോട്ടുറപ്പിക്കൽ അല്ലെങ്കിൽ കൂടെ നിർത്തൽ ഇതുകൂടി ലക്ഷ്യമിട്ടാണോ മുഖ്യമന്ത്രി മൂന്ന് ദിവസം അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്രയേറെ പ്രാധാന്യം ആലപ്പുഴയുടെ കാര്യത്തിൽ CPM കൊടുക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. കാരണം അടിസ്ഥാന വർഗത്തിന്റെ വോട്ടുകൾ വലിയ തോതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് നഷ്ടമായി എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ആ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നവരെയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു തിരിച്ചടി CPM-ന് ഉണ്ടായി എന്നുള്ളത് അതിന്റെ ഒരു സൂചനകൾ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടം മുതൽ തന്നെ SNDP യോഗം മുന്നോട്ട് വെച്ചിരുന്നു. നമുക്കറിയാം, നമ്മളിലൂടെ തന്നെ ന്യൂസ് 8-ലൂടെ തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞ വാക്കുകൾ, അതായത് ശോഭ ഈഴവ സ്ഥാനാർത്ഥിയാണ് എന്ന് തുറന്നു പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ, അതുവരെ ഇടതുപക്ഷത്തിന് വലിയ പിന്തുണ നൽകുന്ന വെള്ളാപ്പള്ളി നടേശൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപാണ് ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ശോഭ ഈഴവ സ്ഥാനാർത്ഥിയാണ്. ആ ഒരു വരിയിൽ ഉണ്ടായിരുന്നു എന്താണ് SNDP യോഗവും ഈ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിലിരിപ്പ് എന്താണെന്ന് കൃത്യമായി വെളിവായിരുന്നു. ഒപ്പം അത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ വലിയ തോതിൽ പ്രതിഫലിച്ചു. കായംകുളം അടക്കമുള്ള ഈഴവ കോട്ടകളിൽ വലിയ തിരിച്ചടി CPM-ന് ഉണ്ടായി എന്നുള്ളതാണ്. ഹരിപ്പാട് ഉണ്ടായി, അതായത് ഹരിപ്പാട്, ഡാണാപ്പടി അടക്കമുള്ള മേഖലകൾ, കരുവാറ്റ അടക്കമുള്ള മേഖലകൾ, അവിടെയുള്ള ഈഴവ കോട്ടകളിൽ വലിയ ഇടിവ് ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതായത് അപ്രതീക്ഷിതമായ അടി CPM-ന് ഏറ്റു എന്നുള്ളതാണ്. എല്ലാ കാലത്തും CPM-ന്റെ വോട്ട് ബാങ്കാണ്, ഉറച്ച വോട്ട് ബാങ്കാണ് ഈഴവ വോട്ടുകൾ. ആ ഈഴവ വോട്ടുകൾ വലിയ ഇളക്കം സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടിയെ ഞെട്ടിച്ചുകൊണ്ടാണ് വലിയ കുത്തൊഴുക്ക് BJP-യിലേക്ക്, അതും BJP-യിലേക്കാണ് ഉണ്ടായത്, കോൺഗ്രസിലേക്കല്ല ആ വോട്ടുകൾ പോയത് എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ അമ്പലപ്പുഴ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ ഇടപെടൽ നടത്തിക്കൊണ്ട് പരമാവധി ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് CPM പ്രവർത്തകരെ തങ്ങളിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് അടക്കം ഇവിടെ ശ്രമിക്കുമ്പോൾ CPM അതിനകത്ത് ഉള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സജി ചെറിയാനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ജില്ലയുടെ ചുമതല വഹിക്കുന്ന ആൾ സജി ചെറിയാനാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് സജി ചെറിയാനെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ തോതിലുള്ള ഒരു ഇടപെടൽ CPM നടത്തുന്നുള്ളതാണ്. മറ്റൊന്ന് നമുക്കറിയാം ശ്രീജ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ വെള്ളാപ്പള്ളിയെയും ഈ SNDP-യെയും കടന്നാക്രമിച്ച CPM പിന്നീട് നയം മാറ്റി അവരുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നു. വെള്ളാപ്പള്ളിയുടെ പരിപാടികളിലൊക്കെ ഇവിടെ എല്ലാ മന്ത്രിമാരടക്കം പ്രമുഖരായ പലരും, ഒന്നിലധികം മന്ത്രിമാർ ഇവിടേക്ക് എത്തുന്നു. മറ്റൊരു തിരിച്ചറിവിലേക്ക് പോവുകയും ന്യൂനപക്ഷ വോട്ടുകൾ, നമുക്ക് AMRF-ന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ഇവിടെ ചർച്ചയായ ഒരു ഇടമാണ്. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ, ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായാണ് ഈ സ്ഥാനാർത്ഥിത്വം. അദ്ദേഹം MP ആയിരുന്നെങ്കിൽ പോലും പക്ഷെ ഇങ്ങനൊരു ചർച്ച, ഒരു ക്യാമ്പയിൻ ആലപ്പുഴയിൽ നടന്നു എന്നുള്ളതാണ്. അപ്പുറത്തെ സൈഡിലേക്ക് വോട്ട് കേന്ദ്രീകരിക്കുന്ന രീതി വന്നു. പാർട്ടിക്കുള്ളിലെ തന്നെ എന്തായാലും ഇനിയുള്ള 3 ദിവസം ആലപ്പുഴയിലെ CPM-നെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് 3 ദിവസവും മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പ്രതിനിധി സമ്മേളനവും സമാപന സമ്മേളനവും ഒക്കെ മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യമന്ത്രി അവിടെ തന്നെയുണ്ട് ഈ ചർച്ചകൾക്ക് മുഴുവൻ സാക്ഷ്യം വഹിക്കാൻ.